തലച്ചോറ് അമിഗ്ദല എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട്. ഈ അമിഗ്ദല എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ശരിക്കും അലാമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു അലാം മുഴക്കും. നമുക്ക് സ്വന്തം എന്ന് പറയുന്ന ഒരു സാധനത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശരീരം തന്നെ, പ്രകൃതി തന്നെ നമ്മളൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ഭാര്യ എൻഗേജ്ഡ് ആണെങ്കിൽ ഇവിടെ ആരെയാണ് വിളിക്കുന്നത്? ജലസിയുടെ ഏറ്റവും അപകടകരമായ അവസ്ഥ. ഇതിന്റെ ഒരു എല്ലാം പലരും ഈ അസൂയ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഈ സ്നേഹം എനിക്ക് എന്റെ സ്നേഹം കൊണ്ടല്ലേ, ഞാൻ എന്റെ പൊസസീവ്നെസ്സിന് അങ്ങേറ്റത്തിലാണ് കിടക്കുന്നത്, ഡേഞ്ചറായിട്ട്. എനിക്കുള്ളത് നിനക്ക് വേണ്ട. അപ്പൊ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വിഷം എന്ന് പറയുന്നത്, വിഷബീജം എന്നാണ് ഇൻസെക്യൂരിറ്റിയെ വിളിക്കുന്നത്. തന്റെ പുരുഷൻ ഇപ്പോഴും ഏതെങ്കിലും മട കണ്ടാൽ കയറുമോ എന്ന് സ്ത്രീകൾ ഇപ്പോഴും ആ ആദിമകാലത്തെ ആ സംശയം ഇപ്പോഴും അവളിലുണ്ട്. ഷേക്സ്പിയർ പറഞ്ഞു, പച്ചക്കണ്ണുള്ള ഭൂതമാണ് അസൂയ. അതെ, അസൂയ ഉണ്ടാവും. അപ്പം ദൈവത്തിന് അസൂയ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ സെറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നു. AVT പ്രീമിയം ടീ ABC ടോക്സിലേക്ക് സ്വാഗതം. റോബിൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. റോബിൻ ചേട്ടാ, ഇന്ന് ഏത് കാര്യവുമായിട്ടാണ് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? ഞാൻ ഇപ്പോൾ ഇതിനൊരു മറുപടി ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ, GK എന്നോട് എപ്പോഴും സംസാരിക്കാറുള്ള ഒരു വിഷയം, വളരെ തന്ത്രപ്രധാനമായ, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഇടപെടുന്ന, എന്നാൽ തങ്ങൾക്ക് ഒരിക്കലും അതില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്ന, നിഷേധിക്കുന്ന ഒരു വികാരത്തെക്കുറിച്ച്. അതൊരു വികാരം മാത്രമൊന്നുമല്ല കേട്ടോ, അതിൻ്റെ പേര് അസൂയ, ജലസി എന്നാണ്. ജലസിയാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആ വികാരം. ഇപ്പോൾ ഞാനതിന്, അപ്പം നിങ്ങളിപ്പോൾ ഉടനെ ചോദിക്കും, എന്താണ് ജലസി, എന്താണ് അസൂയ, അതൊരു വികാരത്തിൽപ്പെടുന്നത് അല്ല എന്താണ് ജലസി എന്ന് ചോദിക്കില്ലേ? അപ്പൊ ഞാൻ എന്താണ് ജലസി എന്ന് പറയുന്നത്, എന്തല്ല ജലസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം എന്ന് പറയുന്നത്, ഇന്നലെ ABC മലയാളം ഒറിജിനൽസിൽ ഇന്നലെ നമ്മുടെ ഇന്തോനേഷ്യയിൽ ബിസിനസ്സുകാരനായിട്ടുള്ള ബെന്നി വാഴപ്പള്ളിയുടെ ഒരു വീഡിയോ വന്നു. ആ വീഡിയോ ഇപ്പോൾ എല്ലാ വീഡിയോകളും വളരെ നന്നായി ആളുകൾ കാണുന്നുണ്ട്, വലിയ പ്രചാരമാണ്, പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ. അപ്പൊ ബെന്നി വാഴപ്പള്ളി ഹെലികോപ്റ്റർ വാങ്ങിച്ച് പെട്ടുപോയ കഥ പറഞ്ഞിട്ട് ആ പിന്നെ വീഡിയോ വലിയ തോതിൽ വൈറലായി. എനിക്ക് തോന്നുന്നത് 500,000 ആൾക്കാർ ഇപ്പൊ കണ്ടു കഴിഞ്ഞു. അത് ഞാൻ രാവിലെ എടുത്തിട്ട് അത് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ 5 ലക്ഷത്തോളം വ്യൂസ് വന്നിരിക്കുന്ന, അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു സന്തോഷമുണ്ട്. ഇത് ജലസിയുടെ നേരെ ഓപ്പോസിറ്റ് വികാരമാണ്, സന്തോഷം. അപ്പം ഇതൊരു വലിയൊരു അപ്രിസിയേഷൻ. അപ്പൊ എന്തൊക്കെയാ പോയെന്ന് വെച്ചാൽ, ഒന്ന് ABCയോടുള്ള ഒരു സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡ്, അയാളുടെ ഈ കാര്യം പറഞ്ഞല്ലോ എന്നുള്ളത്, അങ്ങനെ ഈ മൊത്തത്തിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് വിരുദ്ധ വികാരമാണ്. അപ്പൊ വികാരം എന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. പെട്ടെന്ന് ഞാൻ വിചാരിച്ചേ, ഈ ബെന്നിച്ചേട്ടൻ ഹെലികോപ്റ്റർ വാങ്ങാൻ പറ്റാത്ത കഥയാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞപ്പോ ഹെലികോപ്റ്റർ വാങ്ങാൻ പറ്റാത്തതിലാണോ റോബിന്റെ സന്തോഷമായി? അല്ല, ഹെലികോപ്റ്റർ അദ്ദേഹം വാങ്ങി, അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് അത് ഡെലിവറി ചെയ്ത് കിട്ടിയില്ല. എന്നാൽ ഹെലികോപ്റ്റർ കൊണ്ടുനടക്കാൻ പറ്റുകയും ചെയ്തു. അപ്പൊ അതിന്റെ രസം എന്ന് വെച്ചാൽ, ഇനി എന്താണ് അസൂയ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അസൂയ എന്ന വികാരത്തെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യരെ കുറിച്ചും കോർണർ ചെയ്തിട്ട് സംസാരിക്കുകയല്ല. എന്താണ് അസൂയ എന്ന് പറയണമെങ്കിൽ, അസൂയയുടെ ഒരുപാട് വകഭേദങ്ങളിൽ ഒന്നാണ് സോഷ്യൽ ജലസി, സാമൂഹികമായ അസൂയ, സമൂഹത്തിന്റെ അസൂയ. അത് അതിന്റെ അടിയിലോട്ട് കമന്റ് ഒന്ന് നോക്കിയാൽ മതി, ഇതിന്റെ കമന്റ്സ് നോക്കിയാൽ മതി എന്താണ് സോഷ്യൽ ജലസി എന്നുള്ളത്. അപ്പൊ വലിയവൻ, എടാ നീ ആരടാ ഹെലികോപ്റ്റർ വാങ്ങാൻ, നിന്റെ ഇവിടെ മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോഴാണ്. സത്യമാണ്, മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോഴാണ് ഇതിനെ. പക്ഷേ അയാൾ അങ്ങനെ പട്ടിണി കിടന്നിരുന്ന ഒരാൾ, സാധാരണക്കാരൻ വളർന്നു വന്ന് ഹെലികോപ്റ്റർ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെട്ടതാണ്. അതിലാണ് നമ്മൾ ഇൻസ്പയർഡ് ആവേണ്ടത്. അപ്പൊ ഈ സോഷ്യൽ ജലസി, ഇതിന് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ ഞാന് പലപ്പോഴും എനിക്ക് അസൂയ തോന്നുന്നു. ഇപ്പം ഗോവിന്ദൻകുട്ടി എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട്, ചേട്ടാ എനിക്ക് ചേട്ടന്റെ ഈ ഒരു കഴിവിൽ എനിക്ക് സത്യം പറയുന്നത് ചേട്ടനോട് എനിക്ക് അസൂയ എന്ന് പറയും. അത് പലപ്പോഴും നമ്മളൊക്കെ കളിയായിട്ട് പറയാറുണ്ട്. ഈ അസൂയാണെന്ന് പറയുന്നത് എന്താണ് കാരണം? ഇതൊരു ഡിഫൻസ് മെക്കാനിസം അസൂയ എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് എന്നോട് വിരുദ്ധ വികാരം അല്ല ഉള്ളത്, നിങ്ങൾക്ക് എന്നോടുള്ള ഒരു ഇഷ്ടവും ഒരു സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്വന്തം എന്ന് പറയുന്ന ഒരു സാധനത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശരീരം തന്നെ, പ്രകൃതി തന്നെ നമ്മളൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ തലച്ചോറ് അമിഗ്ദല എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട്. ഈ അമിഗ്ദല എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ശരിക്കും അലാമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു അലാം മുഴക്കും. ഇതാണ് അമിഗ്ദല ചെയ്യുന്നത്. അതേസമയത്ത് ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് നിരീക്ഷണം, അത് കാര്യക്ഷമമായിട്ട് നോക്കുക,
നിരീക്ഷിക്കുക, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ഫ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ പണികളിലൊന്ന്. പക്ഷേ ഈ അമിഗ്ദലയുടെ ഈ ഒരു സാധനം കാരണം ഈ പറയുന്ന അഡ്രിനാലിൻ റഷും മറ്റു കാര്യങ്ങളും കെമിക്കൽസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതങ്ങ് മന്ദീഭവിക്കും. അപ്പൊ നമ്മുടെ ആ സെൻസ് അങ്ങ് പോവും. മനസ്സിലായില്ലേ? ആ സെൻസ് അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താ സാധനം ഉള്ളത്? അവിടെ എന്താണോ അമിഗ്ദല ചെയ്ത അതേ സാധനം ഡോമിനേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ എനിക്ക് കിട്ടാത്തത് വേറൊരുത്തിന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പം ഇതിന്റെ വേരുകൾ തേടിപ്പോയാലാണ് രസകരമായ കാര്യം. എവിടെ ഇതിന്റെ വേര് കിടക്കുന്നത്? അല്ല, അതിനകത്ത് ഒരു കാര്യം, എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടരുത്. അത് എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുന്നത്? ഇപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലോകത്തുള്ള സകല മനുഷ്യനോടും നിങ്ങളോടും എന്നോടൊക്കെ ചോദിച്ചാൽ അസൂയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയ്യ എനിക്ക് ഒന്നിനോട് എനിക്ക് ഒരു അസൂയയും ഇല്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഉണ്ടത്. ഈ ജലസ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു മെക്കാനിസം എന്നാണ് ഇത് വന്നത്. അപ്പൊ അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ജിക്കയുടെ കുട്ടികൾ 2 കുട്ടികളുണ്ട്, കുഞ്ഞപ്പനും കുഞ്ഞിയും, 2 ചെറിയ കുട്ടികൾ. അപ്പൊ അവർ രണ്ടുപേരും വെക്കുമ്പോൾ ഞാൻ മിക്കവാറും അവരെ കാണുമ്പോൾ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുമ്പോൾ ജിക്ക അവരോട് എന്താ പറയാ, അടൂരെ വീട്ടിൽ ഇരുന്നുണ്ട്, കുഞ്ഞി കൊടുക്ക് കുഞ്ഞി, അവന് കൊടുക്ക് കുഞ്ഞി എന്നാണ്, കുഞ്ഞപ്പ നീ കൊടുക്കണ അവന്, പാവമല്ലേ അവളെന്ന് പറഞ്ഞ് കൊടുക്കാനല്ലേ ശീലിപ്പിക്കുന്നത്. അതെ, ഇതിന് പകരം പിന്നെ കുട്ടികൾ വെക്കുമ്പോൾ തരില്ല ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ തന്നെ കൊടുക്കണ്ട, നീ എടുത്തോ എന്ന് പറയുന്ന ഇത് എന്താ ശീലിപ്പിക്കുന്ന കുട്ടികളെ? അപ്പം ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ, നമ്മൾ വളരെ ചെറുപ്പം മുതലേ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ശീലിക്കുകയാണ്. എനിക്കില്ലാത്ത അല്ലെങ്കിൽ സ്നേഹരാഹിത്യം കൊണ്ടുണ്ടാവുന്ന അവസ്ഥകൾ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത സ്നേഹം, എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം, ആ നഷ്ടപ്പെട്ട സ്നേഹം അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഓണർഷിപ്പ് എനിക്കുള്ളത്. അപ്പോൾ പലപ്പോഴും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഇപ്പൊ പത്തോളജിക്കൽ ജലസി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പത്തോളജിക്കൽ ജലസി, അതിനെ ഷേക്സ്പിയർ വിളിക്കുന്ന ഒതല്ലോ സിൻഡ്രോം എന്നാണ് നമ്മളിപ്പോൾ വിളിക്കുന്നത്. എന്താ ഒതല്ലോ സിൻഡ്രോം? ഒതല്ലയും ഡെസ്റ്റിമോണയും ഒതല്ലയ്ക്ക് ഇടയിലേക്ക് ഇയാഗോ കയറി വന്നിട്ട് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ച് അസൂയ പടർത്തി വിട്ടിട്ട് അവസാനം എന്ത് സംഭവിച്ചു? അയാള് തകർന്ന് തരിപ്പണമായി പോയി. അല്ലെ കൊല്ലേണ്ട വന്നില്ലേ ഡെസ്റ്റിമോണെ? ഒതല്ലോ കൊല്ലേണ്ട വന്നു. ഒതല്ലോ സിൻഡ്രോം എന്നാണ് ഷേക്സ്പിയറെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പം ഈ പത്തോളജിക്കൽ ഇത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് ജലസിയുടെ. ഇത് ആരുടെ ഇടയിലാ ഉള്ളത്? ഇത് കൂടുതലും കാണുന്നത് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡും വൈഫും തമ്മിലുണ്ട്, എല്ലാത്തിലും ചേട്ടനും അനിയനും തമ്മിലുണ്ട്. എല്ലാവരും. ചേട്ടനും അനിയന്റെ ഒരു ഉദാഹരണം പറയും. ജിക്കെ പറഞ്ഞ വളരെ കറക്റ്റാണ്. ചേട്ടനും അനിയന്റെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബിബ്ലിക്കൽ കഥയാണ് കായന്റെയും ആബേലിന്റെയും കഥ. എന്ന് വെച്ചാൽ ആരാണ് കായനും ആബേലും? ലോകത്തിലെ ആദ്യത്തെ സഹോദരന്മാർ ബൈബിൾ പ്രകാരം, അല്ലെ? ആദത്തിന്റെ അവയുടെയും മക്കൾ ആദ്യത്തെ സഹോദരന്മാരാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ സംഭവിച്ചത്? രണ്ടുപേരും നന്നായി പോയി. ഒരുത്തൻ കൃഷിക്കാരൻ, ഒരുത്തൻ ആട്ടിടയൻ. അപ്പൊ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ദൈവം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് എനിക്ക് ബലി നൽകാൻ ആവശ്യപ്പെട്ടു. പരീക്ഷിക്കുകയായിരുന്നു. പക്ഷെ കായൻ ചീഞ്ഞളിഞ്ഞ ബലഭൂലങ്ങളൊക്കെ കൊണ്ടിട്ടാണ്, കൃഷിയിടത്തുനിന്ന് കൊണ്ടുപോയിട്ടാണ് ബലി നൽകിയത്. സ്വാർത്ഥനാണെന്ന് ദൈവത്തിന് മനസ്സിലായി. ആബേൽ എന്ത് ചെയ്തു? തന്റെ ഒരു അരുമയ ആട്ടിൻകുട്ടിയെ കൊണ്ട് ബലിയർപ്പിച്ചു. അപ്പൊ നീ നല്ല വലിയ ആളാകും എന്ന് പറഞ്ഞ് മറ്റേയാളെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവിടെ തുടങ്ങി അവൻ അസൂയ. അവൻ കൂട്ടിക്കൊണ്ടുപോയി വയലുകളിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനെ കൊന്നുകളഞ്ഞു. അല്ലെ? ലോകത്തിലെ ആദ്യത്തെ ചതിയും ലോകത്തിലെ ആദ്യത്തെ കൊലപാതകവുമായിട്ടാണ് ബൈബിൾ പറയുന്നത്. അതാണെന്നാ പറയുന്നത്. ഇതൊരു എഫക്റ്റാണ്, ഇതിന് അടിസ്ഥാനം അസൂയാണ്. ഞാനിന്ന് പത്മയുഗത്തില് പിന്നെ അർജുന മാസ്റ്റർ സംഗീതം ചെയ്ത് ശിവകുമാരൻ തമ്പി സാറ് എഴുതിയ പാട്ട്, ആ പാട്ട് ഞാനിന്ന് ഈ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ കാര്യം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാട്ട് ഞാൻ കേട്ടിട്ട് ഞാൻ ഇമോഷണായി പോയി. നമ്മളെ പ്രേക്ഷകർക്കൊക്കെ ആ പാട്ട് കേൾക്കാവുന്നതാ. ആദാമിന്റെ സന്തതികൾ കാബേനും മായനും അവരല്ലോ ഭൂമിയിലെ ആദ്യ സോദരന്മാർ. എന്തും ഫീലിങ്ങിലാണെന്നറിയോ ആ പാട്ടിന്റെ വരികളും അതിന് സംഗീതവും. അതായത് നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഷേക്സ്പിയർ ഇതിനെ പറയുന്നത് പച്ചഭൂതം എന്നാണ്. ഗ്രീൻ ഐഡ് മോൺസ്റ്റർ എന്നാണ് ഷേക്സ്പിയറിനെ വിളിച്ചത്. ഗ്രീൻ ഐഡ് മോൺസ്റ്റർ എന്നാണ് ഈ ഒരു സാധനം. പച്ച കണ്ണുള്ള ഭൂതം എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലായല്ലോ. അപ്പോൾ അത് നമ്മുടെ എല്ലാം കൂടെ ഉണ്ട്, ജീവിക്കുന്നുണ്ട് ഈ സാധനം എന്ന് പറയുന്നത്. അല്ല ചേട്ടാ, ഞാൻ ഇതിനകത്ത് ഇതിപ്പോ നമ്മുടെ ബ്രെയിനിന്റെ ചിന്താതലത്തിന്റെ ചിന്താരീതിയുടെ അല്ലെങ്കിൽ പാറ്റേണിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അസൂയ. ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു മെയിൻ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയും. ഇതൊരു പിന്നെ മിറർ പിന്നെ എഫക്റ്റ് ആയിട്ട് തന്നെ കാണണം, ഒരു പ്രതിഫലനം. ഇത് നോർമലി ഉണ്ടാകുകയും ഇതിനെ നമ്മൾ സംസ്കരിക്കുകയും ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റൊരു വഴിയില്ല. അസൂയ ഉണ്ടാവും. അപ്പം ദൈവത്തിന് അസൂയ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ സെറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത്.
അത് നമ്മള് എന്തിനാണ് ഇത്? അല്ല 300 വർഷം മുമ്പ് ഷേക്സ്പിയർ എഴുതിയ പനിയൻ അല്ലെങ്കിൽ ഇയാഗോ, മലയാളത്തിൽ അത് പനിയനായിട്ട് തന്നേക്കാൾ സൗന്ദര്യം കുറഞ്ഞ, തന്നേക്കാൾ ജാതിയിൽ മോശക്കാരനായ, കറുത്തവനായ അവൻ്റെ കൂടെ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണ് പോയപ്പോൾ ഇത് അവന് കിട്ടി. ഈ പെണ്ണിനോട് ഇവന് മോഹം ഉണ്ടായിരുന്നു എന്നുള്ളത് അയാൾക്ക് ഒരിക്കലും അറിയില്ല. പിന്നെ അവൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ഇവരെ തകർക്കുക എന്നുള്ളത്. അത് വർക്കൗട്ട് ആവുകയും ചെയ്യാം. ലോകം മുഴുവൻ അത് വായിച്ചു, ലോകം മുഴുവൻ രസിച്ചു, ലോകം മുഴുവൻ സിനിമയാക്കി, നാടകമാക്കി, ഒരു വലിയ കലാസൃഷ്ടിയായി. ലോകത്തിന് മുഴുവൻ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു സാർ? ഇത് എല്ലാവരുടെ ഉള്ളിലുള്ളവർക്ക് മാത്രമല്ല റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കുള്ളിലുള്ളത് മാത്രമേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു 300 വർഷം മുമ്പ് ഷേക്സ്പിയർ എഴുതിയ അതേ സാധനം അതിലും ശക്തമായി പച്ചക്കണ്ണുള്ള ഭൂതമായി ഇന്ന് നിൽക്കുകയാണല്ലോ നമ്മൾ. മനസ്സിലായില്ലേ? അതെ, ഇത് ഇവിടെ ഒരു യുക്തിയുടെ തലം വെച്ച് മാത്രമേ ഇത് നമുക്ക് സംസ്കരിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഒരു പിന്നെ അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ജി കെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സംസ്കാരം കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുള്ളൂ. ഇതിന്റെ നേരം, അതായത് വിശ്വാസം ആർജിക്കാനും വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണാനും പരസ്പരം, ഇപ്പം ഈ പറഞ്ഞ ഞാൻ പത്തോളജിക്കൽ ജലസി എന്ന് പറഞ്ഞില്ലേ പിന്നെ SK, പത്തോളജിക്കൽ പിന്നെ ജലസിയുടെ ഏറ്റവും ഭീകരാവസ്ഥ എന്ന് പറയുന്നത് എവിടെയൊക്കെ പോകുന്നുണ്ടോ ടെലിഫോൺ കോളുകൾ പരിശോധിക്കും, ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, അപ്പുറത്ത് ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻഗേജ്ഡ് ആണെങ്കിൽ ഇവൾ ആരെയാണ് വിളിക്കുന്നത്, ഇവൾ ആരെങ്കിലും വേണ്ടാത്ത ആൾക്കാരെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വേണ്ടാത്ത ആരെങ്കിലുമാണ് വിളിക്കുന്നത്. പത്തോളജി അവസ്ഥയാണ് ജലസിയുടെ ഏറ്റവും അപകടകരമായ അവസ്ഥ. ഇതിന്റെ ഒരു എല്ലാം ഇത് ഞാൻ പറഞ്ഞില്ലേ, ലോകത്തുള്ള സകല മനുഷ്യരും സകല രോഗവും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സംശയ രോഗവും അല്ലാത്ത രോഗങ്ങളും എന്തൊക്കെയാണ് ഇല്ലാത്തത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഫൊർഗീവ്നെസ് വരെ ഇതിനൊരു നല്ല മറുമരുന്നാണ്. ഫൊർഗീവ്നെസ് വരെ ഇപ്പം നമുക്ക് ചൈൽഡ്ഹുഡിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ചൈൽഡ്ഹുഡിൽ അത് നമുക്ക് മുറിവേറ്റ ഹൃദയങ്ങൾ, പല തരത്തിലുള്ള മുറിവുകളുണ്ട്. ഈ മുറിവുകളൊക്കെ ഇങ്ങനെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നിഴലായി കിടക്കുകയാണ്. ഭീതിയുടെ നിഴലിലാണ് ശരിക്കും കിടക്കുന്നത്. ആ നിഴൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നീക്കി പുറത്തു വരും. അപ്പൊ എനിക്കില്ലാത്ത കാര്യങ്ങൾ അവന് വേണ്ടെന്നേ, എനിക്കില്ലാത്ത കാര്യങ്ങൾ അവന് വേണ്ട. അപ്പുറത്ത് താരതമ്യങ്ങളാണ്. എന്റെ പശു ചത്തതല്ല, അവന്റെ പശു ചാവാത്തതാണ് എന്റെ ദുഃഖം. എന്റെ പശു ചത്തതല്ല, അവന്റെ പശു ചാവാത്തതാണ്. അപ്പൊ ഈ സദ്ഗുരുവിന്റെ അടുത്ത് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, സദ്ഗുരു എനിക്ക് ജലസ് എന്റെ ജീവിതത്തിൽ അഡ്വാൻറ്റേജ് ആണ്. എന്താണ് അതിന്റെ കാരണം? എന്റെ ക്ലാസ്സിൽ എൻ്റെ ഒപ്പം ഇരിക്കുന്ന സതീഷ് എന്നേക്കാൾ പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ വാങ്ങിയാൽ എനിക്ക് അസൂയ രൂപപ്പെടും. ഞാൻ പിന്നെ പഠിക്കും. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ സതീഷിനേക്കാൾ മാർക്ക് വാങ്ങും. അപ്പോൾ അസൂയ, ജലസ് എനിക്കൊരു അഡ്വാൻറ്റേജായി തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിന് മറുപടിയായി സദ്ഗുരു പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതായത് ഈ ഹോളി സമയത്തൊക്കെ കേരളത്തിന് പുറത്ത്, ഒരു പക്ഷേ കർണാടക മുതൽ അല്ലെ തമിഴ്നാട് മുതൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ കുതിരയെയും കഴുതയെയും കൂടെ മത്സരത്തിന് ഓടാൻ നിർത്തും അത്രേ. കേട്ട കഥയാണ്. അപ്പോൾ ഒരിക്കലും കഴുതയ്ക്ക് കുതിരയ്ക്കൊപ്പം ഓടിയെത്താൻ പറ്റില്ല. പക്ഷേ ഈ കഴുതയുടെ വാലിൽ ഒരു മാലപ്പടക്കം കെട്ടിയിടും. എന്നിട്ട് ഈ മത്സരം തുടങ്ങേണ്ട സമയമാകുമ്പോൾ ഈ കഴുതയുടെ വാലിലെ മാലപ്പടക്കം അങ്ങ് പൊട്ടിക്കും. അപ്പോൾ കഴുത തുടക്കത്തിൽ കുതിരയെ ഓവർടേക്ക് ചെയ്തു ഭയങ്കര ഒറ്റ പോക്ക. കുതിരയ്ക്ക് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഇതൊരു 100-200 മീറ്റർ കഴിഞ്ഞിട്ട് കഴുത എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ കുതിര അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഓടി ആ റൗണ്ട് തികച്ച് അതിലൊരാൾ വിജയിച്ച് മാറും. ഇതാണ് സദ്ഗുരു അന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഭയങ്കര രസകരമായ ഒരു ഉദാഹരണമാണ്. നല്ല ഉദാഹരണം. പലരും ഈ അസൂയ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നില്ലെന്നാണ്. ഉണ്ട്. അതൊരു ഊർജ്ജമായിട്ടൊക്കെ മാറ്റിയിട്ട് എനിക്ക് എന്നോട് ആളുകൾ അസൂയപ്പെട്ടോട്ടെ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെപ്പോഴും പറയുന്നത് ഇതിന് മരുന്നുണ്ട്. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നതല്ല. അസൂയക്ക് മരുന്നുണ്ട്, തീർച്ചയായിട്ടും മരുന്നുണ്ട്. കഷണ്ടിക്കും മരുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാനിപ്പം ഈ ഇതിന്റെ അകത്ത് ഈ ഉള്ളി തൊലി പൊളിച്ചോലെ ഈ അസൂയയുടെ ഉള്ളില് മറഞ്ഞിരിക്കുന്ന വികാരങ്ങൾ, ഫിയർ ഒന്നുണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഇങ്ങനെ കുറെ നെഗറ്റീവായിട്ടുള്ള ഒട്ടനവധി വികാരങ്ങളാണ് ഇതിങ്ങനെ ഉള്ളി തൊലി പൊളിച്ചാൽ. അസൂയ എന്ന് പറഞ്ഞാൽ ഉള്ളിയുടെ പുറത്തെ തൊലി അങ്ങ് പൊളിച്ചാൽ അതിന്റെ അകത്ത് കാണുന്ന കാരണം എന്ന് പറയുന്നത്. ഇതെല്ലാവരുടെ ഇടയിലും ഉണ്ടെങ്കിലും ഈ അസൂയ ഇപ്പം മറഞ്ഞിരിക്കാന്ന് പറയുമല്ലോ. അപ്പൊ എന്റെ അടുത്ത് അസൂയ ഉണ്ടോ എന്ന് ഞാനിപ്പോ കുറച്ചു നേരമായിട്ട് ആലോചിക്കുമായിരുന്നു.
പക്ഷെ ഞാൻ ഇത്ര നേരം ആലോചിച്ചിട്ട് ഞാൻ അസൂയ ഇല്ലാത്തവനാണെന്നാണ് എനിക്ക് പൊതുവെ എനിക്ക് തോന്നുന്നത് പിന്നെ SK അസൂയ വളരെ വളരെ കുറവാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അല്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്കറിയാം ഇത് അസൂയാണെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാം. ഞാനിപ്പോ ചിന്തിച്ചു നോക്കി പല കാര്യങ്ങളും. എനിക്കിപ്പോ GKയുടെ അസൂയുണ്ടോ, GKക്ക് ബെൻസ് കാറുണ്ടോ, എനിക്ക് അസൂയുണ്ടോ? ഞാൻ ഇല്ല അന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ റോബിൻ ചേട്ടൻ എനിക്കതില്ലാതെ നിന്നോട് അസൂയ അല്ലിപ്പോ ഞാൻ റോബിൻചേട്ടന്റെ കുറെ കാര്യങ്ങൾ ശരിക്കും റോബിൻജിയുടെ അസൂയുണ്ടോ? ഇല്ല. അന്ന് എന്റെ മനസ്സിൽ എനിക്ക് തോന്നണേ ചിലപ്പോ ഉണ്ടായിരിക്കാം. ഇത് ജനങ്ങൾക്ക് എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ അസൂയ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അതെ, കറക്റ്റാണ് സതീഷ് പറഞ്ഞത്. അതായത് ഇത് അസൂയ കൊണ്ടാണ് എന്ന് തിരിച്ചറിയാം. ഇതിന് മറ്റ് റീസൺസ് നമ്മുടെ ബ്രെയിൻ കണ്ടുപിടിക്കും. അതായത് എൻ്റെ ചില റോബിൻചേട്ടൻ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ബ്രെയിനിൽ തോന്നുന്ന സാധനം പറഞ്ഞാൽ, ഈ ബ്രെയിൻ നമ്മൾ ചിലപ്പം ഒരു വര വരച്ചിട്ട് ഈ വരയൊന്ന് ഇത് മായ്ക്കാതെയോ തൂക്കാതെയോ ഇത് ചെറുതാക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു തമാശയുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ആലോചിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു വലിയ വര വരയ്ക്കും. അപ്പോൾ ഒരു വലിയ വര വരുമ്പോൾ ഇത് ചെറുതായല്ലോ. ഈ ബ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമായ ഒരു തത്വം തന്നെ കമ്പാരിസനാണ്. ബ്രെയിനിന് കമ്പയർ ചെയ്യാനേ അറിയത്തുള്ളൂ. മധുരം കൂടുതലാണെന്ന് പറഞ്ഞാൽ സതീഷിന് അത് മധുരം കൂടുതലല്ല. കാരണം സതീഷ് മധുരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ലെവൽ വേറെയാണ്. എൻ്റെ ബ്രെയിൻ മധുരം കഴിച്ചുകൊണ്ടിരിക്കുന്ന മധുരം കമ്പയർ ചെയ്യുമ്പോൾ മധുരം കൂടുതലാണ്, സ്നേഹം കൂടുതലാണ്. മനസ്സിലായില്ല? ഇപ്പം ഞാൻ ഓഫീസിൽ തന്നെ ചിലരെ ഒന്ന് ചെറുതായിട്ട് വഴക്ക് പറഞ്ഞാൽ കഴിഞ്ഞു. ഓഫീസ് ഇട്ടിട്ട് പോകും, ഒരു ജോലി ഇട്ടിട്ട് പോകും, നമ്മളെ ശത്രുക്കൾ, നമ്മുടെ ഇന്റൻഷൻ പോസിറ്റീവ്. ചിലരെ വഴക്ക് പറഞ്ഞാൽ അവർ കേട്ടോണ്ടിരിക്കും. കാരണം അവർ വീട്ടിലും തിരുത്തുന്ന ആൾക്കാരാ. അവർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അതായത് അരക്ഷിതത്വ അവസ്ഥയില്ല, ഉണ്ടാവില്ല, ഇൻസെക്യൂരിറ്റി ഇല്ല. അപ്പൊ ഈ കമ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥ, എല്ലാ സുഖഭോഗങ്ങളെയും എല്ലാ അവസ്ഥയെയും എല്ലാ തലത്തെയും കമ്പയർ ചെയ്യുന്ന ഈ ബ്രെയിൻ കമ്പയർ ചെയ്താൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. ഇപ്പൊ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്തേലും അയ്യോ തണുപ്പ് കൂടുതലാണ്, എന്നാൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് താമസിക്കുന്നവന് അത് ചിലപ്പോൾ തണുപ്പ് കുറവായിരിക്കും. ഈ കമ്പയർ ചെയ്യുന്നത് പൂർണ്ണമായി ഒരു ഇന്റേണൽ പ്രക്രിയയാണ്. അത് എപ്പോഴും നമ്മുടെ മുൻധാരണകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. മുൻധാരണകൾ വെച്ചാൽ ഈ പാരാമീറ്റേഴ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുൻ അനുഭവങ്ങളുമായിട്ടാണ് എല്ലാം. അതെവിടെ കിടക്കുന്ന അതിന്റെ ഉത്തരം കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡില്ല. ബ്രെയിൻ ഇത് അനാലിസ് ചെയ്യും. ബ്രെയിൻ ഉടനെ തന്നെ ഈ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു ആവശ്യപ്പെടും, ഒരു സംഗതി വേണം, അതിനൊരു ആക്ഷൻ വേണമെങ്കിൽ ബ്രെയിൻ ഉടനെ തന്നെ അത് സന്ദേശം അയക്കും. ഈ സന്ദേശം അയച്ചാൽ സബ് കോൺഷ്യസ് ഇത് തിരിച്ചയക്കും. ഈ അടുക്കി വെച്ചിരിക്കുന്ന ആ പഞ്ചസാര വേണോ, മധുരം വേണോ, പാരാമീറ്റർ എത്രയാണ്, മുമ്പ് ധാരണകൾ എന്താണ്, ഉടനെ മറുപടി അയക്കും. ബ്രെയിൻ ഇത് അനലൈസ് ചെയ്തിട്ട് ഇതൊരു കോറിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണെന്ന് ബ്രെയിന് ഓർഡർ കൊടുക്കും. യെസ് പൊയ്ക്കോളും, അല്ലെങ്കിൽ നോ എന്ന് പറയും, റിജക്റ്റ് ചെയ്യും. ഉടനെ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് മൊത്തം ശരീരം പോകും. അതാണ് നമ്മൾ പെട്ടെന്ന് ഈ എന്താ പറയുക, ഈ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വയറൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇളകുന്നത് പോലെയോ ടോയ്ലറ്റ് അനുഭവം ഉണ്ടാവുന്ന പോലെയോ ശരീരം മൊത്തം ആ മെക്കാനിസത്തിലേക്ക് പോകണം. ഇതെല്ലാം കൂടെ അവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ഓപ്പൺ ചെയ്ത് അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് ഇവിടെ നിന്ന് ഈ സാധനം റഷ് ചെയ്ത് അഡ്രിനാലിൻ റഷ് അവിടുന്ന് കൊടുത്ത് ഇവിടുന്ന് മറ്റേ സാധനം റഷ് കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഈ ഇത് നമുക്ക് ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളത്, എൻ്റെ ഭാര്യ എന്നെ അല്ലാതെ വേറെ ആരെയോ വിളിക്കുന്നുണ്ടെന്ന് തോന്നൽ, ഈ തോന്നൽ വരുമ്പോൾ ഈ കെമിക്കൽ പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ പ്രോസസ്സ് നടക്കാതിരിക്കണമെങ്കിൽ ഇത് ഇല്ലാതാവണമെങ്കിൽ എന്താ ബോധ്യം വേണം. ആ ഒരു അവസ്ഥ ഉണ്ടാവല്ലോ. എനിക്കിത് അരക്ഷിതത്വ ബോധം, ഇൻസെക്യൂരിറ്റി, എൻ്റെ ജീവിതത്തിലുണ്ടായ ഇൻസെക്യൂരിറ്റി എനിക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്നുള്ള ബോധ്യം വേണം, അവയർനെസ് വേണം. ഈ അവയർനെസ് ഇല്ലെങ്കിൽ അത് ഒന്നും കാര്യമില്ല, അല്ലേ? ഓക്കെ, ആ അവയർനെസ് ആണ്. ഇപ്പം നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, വാഹനം അത് നമ്മുടെ ടയറുകളൊക്കെ ഇറക്കി ആ വാഹനം മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെ ലക്ഷ്യത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ വാഹനത്തിന് എഞ്ചിൻ ചൂടാവും. എഞ്ചിൻ ചൂടാവാതെ നടക്കില്ല, ഉറപ്പായിട്ടും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചിന്താതലത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അസൂയ എന്ന് ചിന്തിക്കുക, അല്ലെ? അതെ, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതിന് നമ്മൾ റേഡിയേറ്റർ ഫിക്സ് ചെയ്യുക, തണുപ്പിക്കുക. അതങ്ങനെ ഉണ്ട്. അതെങ്ങനെ കഴിയുന്നതാണ് റോബിൻ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരാം. അതെ. ജിക്കയുടെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ അസൂയയുടെ മനഃശാസ്ത്രം എന്താണ്, അതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ അതിന് നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ, ഈ അസൂയയുടെ സമയത്ത് ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ ഒന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അമിഗ്ദല എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. ആ ഏരിയ ഒരു അലാം സിസ്റ്റമാണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമ്പോഴാണ് അത് പ്രവർത്തിക്കുക. ഒന്ന് ഉണർന്നിരുന്നോളൂ, ഒരു സാധനം വരുന്നുണ്ട്, സെക്യൂരിറ്റി അലാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ അലാം പ്രവർത്തിക്കുമ്പോൾ എന്താണ്, ഫ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉടനെ തന്നെ വർക്ക് ചെയ്യും. അപ്പൊ അതിന് യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ഏരിയ, ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും വെച്ചാൽ ക്രിട്ടിക്കൽ തിങ്കിങ് അങ്ങ് താഴെ പോകും. നമ്മുടെ ആ ക്രിട്ടിക്കൽ തിങ്കിങ് താഴെ പോകുമ്പോൾ അയ്യോ എനിക്ക് അവനോട് അസൂയപ്പെടാൻ പാടില്ലല്ലോ, അത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ എന്നുള്ള
ഒരു ബോധ്യം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ വായിച്ചോ അറിഞ്ഞോ സാംസ്കാരികമായിട്ടൊക്കെ നമുക്ക് നേടിയ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തെ അങ്ങ് താഴോട്ട് വലിച്ചു താഴ്ത്തും. ക്രിട്ടിക്കൽ തിങ്കിങ് പോവും, ബ്രെയിൻ്റെ ആ സാധനം അങ്ങ് പോവും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാവും. അപ്പം അപ്പോഴേക്കും സ്ട്രെസ് ഹോർമോൺസ് ഉടനെ ചാടി കയറും. ഈ അഡ്രിനാലിൻ മറ്റു സാധനങ്ങളെല്ലാം കയറിയിട്ട് ശരീരമൊക്കെ വേർക്കാൻ തുടങ്ങും, ടെൻഷൻ തുടങ്ങും. അപ്പോഴത്തേക്കും മറ്റൊരു കാർ വന്നപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് ഈ കാർ, ഞാനൊരു നല്ല രസമുള്ള ഒരു ഉദാഹരണം പറയാം. എനിക്ക് തന്നെ ചിരി വന്നു അത് കഴിഞ്ഞപ്പോൾ. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ പറയാൻ വന്ന ഒരു നല്ല ഉദാഹരണമാണ്. ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഉള്ളിൽ അസൂയയുടെ ഒരു എലമെന്റ് ഉണ്ടെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് പുറത്തു വന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഞാൻ എന്നെ തന്നെ പറയാം. എൻ്റെ മുന്നിൽ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് എൻ്റെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്താണെന്നുള്ളത് ED ഓഫീസ്. ആ ED ഓഫീസിൽ വന്നതായിരിക്കണം കേരളത്തിലെ ഒരു വലിയ സംവിധായകൻ, നിർമ്മാതാവൊക്കെ ആയിട്ടുള്ള ആളാണ്, വലിയ സംവിധായകനാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ആളുമാണ്. അപ്പം ഞാൻ ഇങ്ങനെ റോഡിലേക്ക് നടന്നു പോകുമ്പോൾ അയാളുടെ ഏറ്റവും വില കൂടിയ കാറ്, ഏറ്റവും പലേഷ്യസ് ആയിട്ടുള്ള വില കൂടിയ ആധുനിക കാറിൽ അത് റോഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കും. അപ്പം കാറ് കണ്ടപ്പോഴേ ഞാൻ നോക്കി ആരുടെയാണ് ഈ കാറ്. അപ്പം എനിക്ക് കാറിനോടൊന്നും അസൂയൊന്നുമില്ല, കാരണം എനിക്ക് എപ്പോഴും ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കാറിനോട് താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഈ ആള് പെട്ടെന്ന് ഇങ്ങനെ നടന്നു വന്ന് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഞാൻ ഒരു സെക്കൻഡ് നോക്കിയിട്ട് ഒന്ന് കൈ കാണിച്ചിട്ട് അയാളോട് എന്തൊക്കെയാണ് വിശേഷം, കണ്ടിട്ട് കുറെ കാലമായിരുന്നു ചോദിച്ചു. ആ ചേട്ടാന്ന് പറഞ്ഞ് ഇറങ്ങി വരും. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പെട്ടെന്ന് ഒന്നിങ്ങനെ പമ്മി നോക്കിയിട്ട് ഒറ്റ മുങ്ങല്. പുള്ളി കാണണ്ട തന്നെ. അപ്പൊ എവിടെയാണ് അവിടെ അസൂയ എന്നുള്ള എലമെന്റ് അല്ല കയറിയത്, പക്ഷെ ഫലത്തിൽ അസൂയ. അതാണ് GK എപ്പോഴോ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എപ്പോഴും പറഞ്ഞത്, ഈ എനിക്കില്ലാത്ത ഒരു കാര്യം, നീ ഇപ്പൊ അവരൊക്കെ വലിയ ആളായി പോയില്ലേ, ഇപ്പൊ പഴയ പോലെ ഒന്നും വിളിക്കാറൊന്നുമില്ല, നിങ്ങളൊക്കെ വലിയ ആളായി പോയി. അസൂയയുടെ ഒരു വേറൊരു ഭാവമാണ്, വേറൊരു ഭാവം അരക്ഷിതത്വമൊന്നുമില്ല, അവർഷതബോധം. അപ്പൊ ഈ പിന്നെ സുരക്ഷിത സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഇൻസെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. പിന്നെ പറയുക കമ്പാരിസൺ, ഭർത്താവ് ഭാര്യയോട് പറയും, ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങൾ അപ്പുറത്തെ മറ്റവനെ കണ്ടുപിടിക്കുക, നിങ്ങളെ പോലെ ചുമ്മാ നടക്കുമല്ല. അല്ലെങ്കിൽ നിങ്ങളെ ചേട്ടന്റെ മറ്റേ ആളില്ലേ, നിങ്ങളെ അനിയന്റെ മക്കളൊക്കെ ഈ പിള്ളേരെ പോലെയാണോ, നിങ്ങളെ പോലെയാണോ നടക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ എന്താ വിചാരിക്കുന്നത്, എൻ്റെ അപ്പനെ പോലല്ല അപ്പന്റെ അനിയൻ, എന്നെക്കാൾ ഞങ്ങളെക്കാൾ മുതിർന്നു, പിന്നെ എന്താ പറയുക, മികച്ച സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. കുട്ടിക്ക് പതുക്കെ ഈ കമ്പാരിസൺ തുടങ്ങും. ഞാൻ മോശക്കാരനാണ്, അതിന്റെ കാരണക്കാർ അവരാണ്, ഇതാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ആവുന്നതിന്റെ കാരണക്കാരൊക്കെ അവരാണ് എന്ന് പറയുന്നത്. അതെ GK, ഇപ്പം ഞാനത് കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം വിഷുവിന് ഡ്രസ്സ് ഇവിടുന്ന് മേടിച്ചു കൊടുക്കാനുള്ള കാര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കുവൈറ്റിലുള്ള ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് അവരുടെ സുഹൃത്തുക്കളുടെ അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടുന്ന് ഒരു സാരി വാങ്ങി അയച്ചു തരുമ്പോൾ ഈ കളറുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതെന്റെ വൈഫിന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോസാണ്. ഞാൻ പറഞ്ഞു ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല, ഇത് വേണമെന്നല്ല, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം അവര് പല ഫംഗ്ഷനുകളിലും ഇട്ട ഡ്രസ്സുകളാണിത്. അപ്പൊ ഇവര് വിഷുവിന് പോകുന്ന ഫംഗ്ഷൻ ഇടണമെങ്കിൽ ഈ ഫ്രണ്ട്സ് ഇടുന്ന ഡ്രസ്സ് ഉണ്ടാവാൻ പാടില്ല. ഇത് കണ്ടോണ്ടിരിക്കുമ്പോ അയാൾക്കത് മനസ്സിലാവും. എനിക്കുള്ളത് നിനക്ക് വേണ്ട. ഇപ്പൊ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വിഷം എന്ന് പറയുന്നത്, വിഷബീജം എന്നാണ് ഇൻസെക്യൂരിറ്റി വിളിക്കുന്നത്. അപ്പൊ ഇൻസെക്യൂരിറ്റിയുടെ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ടോ, ഉത്കണ്ഠയുള്ള ബന്ധം, വിട്ടുപോകുമോ, കൈവിട്ടു പോകുമോ. ഇതെന്ന് വെച്ചാൽ പുരാതന കാലം പോലെ ഇതിപ്പോ തുടങ്ങിയല്ല കേട്ടോ. ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് മനുഷ്യൻ വേട്ടയാടുന്ന കാലം മുതലേ ഹരാരെ പറയുന്നുണ്ട്, നുവാൽ ഹരാരെ. അപ്പം അദ്ദേഹം പറയുന്ന സാപ്പിയൻസിൽ പറയുന്ന സാധനം വെച്ചാൽ ഈ ഗുഹകളിലൊക്കെ പോയിട്ട് നമ്മുടെ പുരുഷൻ ഈ മുള്ളൻ പന്നിയൊക്കെ പോലുള്ള ഭയങ്കര അക്രമകാരിയായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കൈകൊണ്ടും കല്ലുകൊണ്ടൊക്കെ ഇടിച്ചിട്ട് വലിച്ച് അടിച്ച് ഇതിനെ കൊന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് വൈഫിന്റെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ കൊണ്ടിടും. അപ്പൊ അതാണ് അവന്റെ സന്തോഷം, അവന്റെ പ്രാമാണിത്വം തെളിയിക്കാനുള്ള സാധനം. അപ്പൊ മുഴുവൻ ശരീരത്തൊക്കെ മുഴുവൻ മുറിവൊക്കെ ആയിരുന്നു. അപ്പൊ അവളതെല്ലാം പിന്നെ തൊട്ട് തലോടി ഇതെല്ലാം കഴുകി ഒക്കെ വൃത്തിയാക്കി വെള്ളം കൊണ്ടൊക്കെ തുടച്ച് ഇല കൊണ്ടൊക്കെ തുടച്ചിട്ട് അവൾ ചെയ്യുമ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് സെക്സിലേക്കാണ് പോവുക. അപ്പൊ ബോധമൊന്നുമില്ലല്ലോ. അപ്പൊ അതൊരു പ്രോസസ്സാണിത്. പക്ഷെ ഇപ്പോഴും ഈ തൻ്റെ പുരുഷൻ ഇപ്പോഴും ഏതെങ്കിലും മട കണ്ടാൽ കയറുമോ എന്ന് സ്ത്രീകൾ ഇപ്പോഴും ആ ആദിമകാലത്തെ ആ സംശയം ഇപ്പോഴും അവളിലുണ്ട്.
മനസ്സിലായില്ലേ? എപ്പോഴും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ എവിടെ പോകും, എന്ത്, നിങ്ങൾ ആരെയാണ് കണ്ടത്, ഇതൊരു വിഷയം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് അസൂയ കൊണ്ടാണോ ഇഷ്ടം കൊണ്ടാണോ? അല്ല, അസൂയ കൊണ്ട് തന്നെയാണത്. ഇഷ്ടം കൊണ്ട് തന്നെ, നമ്മൾ ഇഷ്ടത്തിന്റെ പേരിൽ അത് വിളിക്കുന്നത്, നമ്മൾ ഇഷ്ടത്തിന്റെ പേരിൽ അത് വിളിക്കുക. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് ഉത്കണ്ഠ നിറഞ്ഞ ഒരു തരം ഇതുണ്ടല്ലോ, അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഭയം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, പോകുമെന്നുള്ളത്. അതിനകത്തുനിന്നാണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. പിന്നെ വേറൊരു സാധനം വെച്ചാൽ അകലം പാലിക്കുന്ന മനുഷ്യരുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ അകലം ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് എപ്പോഴും നിൽക്കുള്ളൂ. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അതല്ല, നമ്മൾ കൂടുതൽ അങ്ങോട്ട് അടുത്താലേ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഓമന പേരിട്ട് വിളിക്കുക. ഇവരൊക്കെ ഈ ഇൻസെക്യൂരിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ഈ വിഷബീജം, സ്വയം മതിപ്പില്ലായ്മ, ആളൊരു പോരാന്ന് സ്വന്തം തോന്നുക, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു മതിപ്പില്ല, അതാണ് മറ്റുള്ളവരുടെ മതിപ്പില്ലായ്മ അല്ല. അപ്പോൾ എന്നെക്കുറിച്ച് എനിക്ക് മതിപ്പില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു മതിപ്പുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ തന്നെ തോന്നുന്ന വികാരം ഏതാണ്? അസൂയ. ഒരു ഇഷ്ടക്കുറവല്ലേ, കമ്പാരിസൺ. ഈ കമ്പയർ ചെയ്യാണ്. എനിക്കുള്ള എൻ്റെ കാറും ജിക്കയുടെ പിന്നെ മെഴ്സിഡസ് ബെൻസുമായിട്ട് ഞാനങ്ങ് കമ്പയർ ചെയ്യുക. അപ്പൊ എനിക്കതില്ലല്ലോ എന്ന് പറഞ്ഞതാ. അപ്പം അന്നത്തെ ഞാൻ ഒളിച്ചോടി എന്ന് പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ടിനെ സംവിധാനം കണ്ടപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ചൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ഒരു പക്ഷേ റോബിൻ ചേട്ടനേക്കാൾ ജൂനിയർ ആണ് റോബിൻ ചേട്ടൻ, അങ്ങനെയൊക്കെ ചിന്തിച്ചു. എന്നെ വലിയ ബഹുമാനിക്കുന്ന ആളാണ്. വേറെ തലത്തിലാ ചിന്ത. ഒരു സെക്കൻഡോട് എനിക്ക് പിന്നെ എന്റെ നമ്മളെ ഈ ഭൂതകാലത്തിന്റെ നിഴലുകളിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. നമ്മുടെ ഭൂതകാലത്തിന്റെ നിഴലിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അസൂയപ്പെടുന്ന മാതാപിതാക്കളായിരുന്നില്ല എനിക്ക്. ഷേക്സ്പിയർ പറഞ്ഞു, പച്ചക്കണ്ണുള്ള ഭൂതമാണ് അസൂയ. അതെ. ഇപ്പോൾ റോബിൻ ചേട്ടൻ ഇപ്പം തന്നെ പറഞ്ഞു ഭൂതകാലം എന്ന് പറഞ്ഞു. മലയാള ഭാഷയിലെ ഭയങ്കര രസകരമായ ഒരു ക്രമീകരണത്തെ പറ്റി ചില സ്ഥലത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അത് ലോകത്ത് ഒരു ഭാഷയ്ക്കും ഒരു പക്ഷേ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നുള്ളതിനെ വർത്തമാനം, ഭൂതം, ഭാവി എന്ന് പ്രയോഗിച്ചിട്ടുണ്ടാവണമെന്നില്ല. അതായത് കഴിഞ്ഞ കാലത്തെ ഭൂതമായി കമ്പയർ ചെയ്ത് അതിന് ആ പേര് നൽകിയ ഒരു ഭാഷ ഒരുപക്ഷെ മലയാള ഭാഷ ഉണ്ടാവത്തുള്ളൂ. അതായത് ഭൂതത്തിൻ്റെ പിക്ചർ എപ്പോഴും ഡാർക്കാണ്, സൈസ്ഡ് ആണ്, ഭീതിപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ കാലം ശരിക്കും പറഞ്ഞാൽ ഭൂതത്തെ പോലെ തന്നെയാണ്. ഭൂതത്തെ അതാണ് ഈ വേറെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് മലയാള ഭാഷ പാസ്റ്റിന് ഭൂതകാലം എന്ന് പേരിട്ടു? ഞാൻ വിചാരിച്ചു പണ്ട് ഭൂതങ്ങൾ ഉണ്ടായിരുന്നോണ്ട്. സംസ്കൃതത്തിൽ ബ്രെയിനിലെ ഭൂതകാലം എന്ന് പറയുന്നത് ഭൂതത്തെ പോലെ ഭീതി, അതായത് നമ്മുടെ അതേപോലെ ഒരു അവസ്ഥയിൽ നമ്മുടെ പോസിറ്റീവ് മെമ്മറീസിനെ എല്ലാം വാഷ് ഔട്ട് ചെയ്തിട്ട് ഈ ഡാർക്ക് മെമ്മറിയെ മാത്രം നമ്മൾ കീപ്പപ്പ് ചെയ്തിട്ട് പഴയ കാലത്തെ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു ഭൂതത്തെ കാണുന്നത് പോലെയാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ്. ജിക്ക പറയുന്നത് ഈ ഭൂതകാലം പലരും ഈ അസൂയ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ സ്നേഹം എനിക്ക് എന്റെ സ്നേഹം കൊണ്ടല്ലേ, ഞാൻ എന്റെ പൊസസീവ്നെസ്സിന് അങ്ങേറ്റത്തിലാണ് കിടക്കുന്നത്, ഡേഞ്ചറായിട്ട്. എനിക്ക് ഞാൻ സ്നേഹം കൊണ്ടല്ലേ ഞാനൊക്കെ ചെയ്യുന്നത്, കൂടുതൽ കൊണ്ടാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ആ ടേമിനെ തന്നെ പറയുന്നത് കാറ്റാസ്ട്രോഫിസിങ് എന്നാണ്. കാറ്റാസ്ട്രോഫിസിങ് എന്നാ പറയുക. എന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യത്തെ വലിയ ദുരന്തമായിട്ട് കാണും. ചെറിയ കൊച്ചു കാര്യത്തെ വലിയ ദുരന്തമായിട്ട് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അയ്യോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, അവിടെ എന്തെങ്കിലും പോയിട്ടുണ്ടാവോ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, എടുക്കുന്നില്ല അപ്പൊ പോയിട്ട് വരാതിരിക്കുവോ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അസൂയ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ആളുകള്, പിന്നെ ഈ ഭയം നമ്മളിങ്ങനെ കൂടി കഴിയുമ്പോൾ പങ്കാളിയെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.